ജിൻഡോ, ആ മുഴുവൻ മനുഷ്യരിൽ നിങ്ങളില്ലേ? ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അതായത് SFI മുന്നോട്ട് വെക്കുന്ന ഈ സമരത്തോടുള്ള പിന്തുണ, SFI മുന്നോട്ട് വെക്കുന്ന സമരത്തിന്റെ കാരണത്തോട് ഐക്യപ്പെടലിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? അതായത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഗവർണർ നേതൃത്വം നൽകി നടപ്പിലാക്കുന്ന സംഘപരിവാർ വൽക്കരണം എന്ന ആശങ്ക കോൺഗ്രസിനോ കോൺഗ്രസിന്റെ യുവജന സംഘടനയ്ക്കോ വിദ്യാർത്ഥി സംഘടനയ്ക്കോ ഉണ്ടോ? അതോ ഈ സമരവും പ്രതിഷേധവും അതിന്റെ രീതിയും മാത്രമാണോ ഈ പറയുന്ന ഐക്യപ്പെടലുള്ളത്? മധു, അതിലൊരു സംശയമില്ല. SFI നടത്തുന്ന സമരത്തോടൊപ്പം ഞങ്ങളില്ല. ഈ നാളിതുവരെ കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ആർഷോ അറിഞ്ഞില്ലേ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ VC-യെ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശുപാർശ പ്രകാരം ഗവർണർ നിയമിച്ചത്? അന്ന് ഞങ്ങൾ എതിർത്തില്ലേ? അന്ന് SFI അറിഞ്ഞില്ലേ ഈ വിഷയം? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ VC ആയി വന്നതിന് ശേഷം ബെഞ്ച് ഓഫ് തോട്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിക്കാൻ വെച്ചത് അത് RSSന്റെ ചിന്താധാരയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്ന് ആർഷോ എവിടെയായിരുന്നു? SFI എവിടെയായിരുന്നു? നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായില്ലേ? അന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ RSS ഏജന്റ് ആണെന്ന്? അപ്പോ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ RSS ഏജന്റ് ആണെന്ന് പറഞ്ഞു വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. കേരളം ഇതുപോലെ ഭരിച്ചു മുടിച്ചൊരു സർക്കാർ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടക്കേട് സമ്പാദിച്ച് പിരിച്ചുവിടാണെങ്കിൽ ഇട്ടിട്ട് ഓടിപ്പോകാം എന്ന് വിചാരിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറെ വഴിയിലിട്ട് ബഹളം വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുപോയാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി.